വൈകുന്നേരം 6:00-ഓടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈ അൽഖുസിലെ ഡൽസ്കോട്ട് ലേബർ ക്യാമ്പിലെത്തിയത്. ക്യാമ്പിലെ ചില കോണുകളിൽ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം വിളികൾ ഉയർന്നു. ക്യാമ്പ് ചുറ്റി നടന്നു കണ്ട മുഖ്യമന്ത്രി ക്യാന്റീനിലും ക്ലിനിക്കിലും എത്തി സൗകര്യങ്ങൾ വിലയിരുത്തി. തുടർന്ന് തൊഴിലാളികളുടെ ചെറുസംഘത്തെ അഭിസംബോധന ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക നട്ടലായ പ്രവാസികളോട് നന്ദി കാണിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പുതിയ പ്രവാസി സഹായ പദ്ധതികളെക്കുറിച്ചും സൂചന നൽകി. ആ കുറവ് പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആവശ്യമായ സഹായ നടപടികൾ കൂടുതൽ ത്വരിതപ്പെടുത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ക്യാമ്പിലെ മലയാളി തൊഴിലാളികൾ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മന്ത്രി നമ്മളെ ക്യാമ്പ് കാണാനും ഞങ്ങളായിട്ട് മീറ്റ് ചെയ്യാനുള്ള വലിയ അനുഗ്രഹമുണ്ട്, വലിയ സന്തോഷമുണ്ട്. എന്നാൽ തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് മേലുമുണ്ടായിരുന്നു ക്യാമ്പ് അധികൃതരുടെ നിയന്ത്രണങ്ങൾ. അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, കൊച്ചി സ്മാർട്ട് സിറ്റി MD ബാജു ജോർജ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പ്രവാസികൾക്കായി പുതിയ പദ്ധതികളുണ്ടാവുമെന്ന സൂചന നൽകിയാണ് ലേബർ ക്യാമ്പിൽ നിന്ന് മുഖ്യമന്ത്രി പിരിഞ്ഞുപോയത്. ക്യാമറ പേഴ്സൺ ബിനു എസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.